രാമു ഒരു മരം വെട്ടുകാരനായിരുന്നു. ഒരു ദിവസം ക്ഷീണം കൊണ്ട് വിശ്രമിക്കായിരുന്നു രാമു. അപ്പോൾ രാമുവിന്റെ ഭാര്യ സുമ അങ്ങോട്ട് വന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അതെ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പട്ടിണിയാകും. ഇനി ഈ വീട്ടിൽ ഒരു മണി അരി പോലും ഇല്ല. നിങ്ങളിങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? ഉണങ്ങിയ മരങ്ങൾ നോക്കി നടന്ന് നടന്ന് ഞാൻ ഇവിടെ വന്നിരുന്നതാ. ഇതും പറഞ്ഞ് കോടാലിയും എടുത്ത് രാമു ഭാര്യയോട് ടാറ്റയും പറഞ്ഞ് കാട്ടിലേക്ക് പോയി. നടന്ന് നടന്ന് അവൻ പുഴക്കരയിലുള്ള മരത്തിന്റെ അടുത്തെത്തി. മരത്തിന് ചുറ്റും ഒന്ന് നടന്നു. എന്നിട്ട് ഒന്ന് നോക്കി മരത്തിനെ തൊട്ടു വന്നിച്ചു. ഇത് കണ്ട് മരത്തിന് സന്തോഷമായി. മരം തുള്ളിച്ചാടി. കൂടെ രാമുവും തുള്ളിച്ചാടി. എന്നിട്ട് രാമു ഇങ്ങനെ പറഞ്ഞു, ഹലോ മരമേ, ഞാൻ നിന്നെ മുറിക്കാൻ പോവുകയാണ്. ഇത് കേട്ട മരത്തിന് പേയ്മെന്റ് കിട്ടാത്ത ജീവിയുടെ അവസ്ഥ പോലെയായി. വല്ലാത്ത വിഷമമായി. ആ വിഷമം നോക്കാതെ രാമു മരം വെട്ടാൻ തുടങ്ങി. വെട്ടുകൊണ്ട മരത്തിന് ഇക്കിളിയായി. രാമു വീണ്ടും മരം വെട്ടാൻ തുടങ്ങി. അപ്പോൾ രാമുവിന്റെ കോടാലി തെറിച്ചു വെള്ളത്തിൽ പോയി. രാമു നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. ഇത് കേട്ട ഉച്ചമയക്കത്തിലായിരുന്ന ജലദേവത പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ജലദേവത രാമുവിനോട് കാര്യങ്ങൾ തിരക്കി. വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്താ പറ്റിയത്? രാമു നടന്ന കാര്യങ്ങൾ ദേവതയോട് പറഞ്ഞു. ഇത് കേട്ട ദേവത വെള്ളത്തിൽ മുങ്ങുന്നു. എന്നിട്ട് വെള്ളിക്കോടാലിയുമായി വരുന്നു. രാമു, ഇതാണോ നിന്റെ കോടാലി? ഇതല്ല എന്റെ കോടാലി, ഇതല്ല. ഇത് കേട്ട ദേവത വെള്ളത്തിൽ മുങ്ങുന്നു. ഇതാണോ നിന്റെ കോടാലി? ഇതല്ല എന്റെ കോടാലി, ഇതല്ല. ദേവത വീണ്ടും മുങ്ങുന്നു. എന്നിട്ടൊരു ഇരുമ്പ് കോടാലിയുമായി വരുന്നു. തന്റെ കോടാലി കണ്ട രാമു തുള്ളിച്ചാടി. രാമുവിന്റെ സത്യസന്ധതയിൽ മനസ്സിലറിഞ്ഞ ദേവത 3 കോടാലിയും രാമുവിന് നൽകി. രാമു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മൂന്ന് കോടാലിയുമായി ദേവത സാവധാനം ഇറങ്ങി വന്നു. എന്നിട്ട് കൊടുത്തു. രാമു തുള്ളി ചാടി. ഇത് കണ്ട രാമുവിന്റെ അയൽക്കാരൻ ദാമു വന്നു. എന്നിട്ട് കാര്യം തിരക്കി. എന്താ രാമു ഇങ്ങനെ തുള്ളിച്ചാടുന്നത്? രാമു നടന്നതെല്ലാം വിശദീകരിച്ചു. അത് കേട്ട് രാമു അകത്തേക്ക് പോയി. കോടാലിയുമായി പോ. ഇത് കേട്ട് കുറച്ചു നേരം ആലോചിച്ച് നിന്ന് ദാമു തന്റെ കോടാലിയും എടുത്ത് കാട്ടിലേക്ക് പോയി. മരത്തിന്റെ അടുത്ത് നിന്ന് ദാമു മരം വെട്ടാൻ തുടങ്ങി. ഇത് കണ്ട മരത്തിന് തോന്നി ഏതായി വേട്ടാവളി. മരം നിന്ന് കുലുങ്ങി. ദാമു എത്ര വെട്ടിയിട്ടും കോടാലി തെറിച്ചു പോകുന്നില്ല. അവസാനം ദാമു കോടാലി തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഒന്നും കൂടെ വലിച്ചെറിയടാ. വെട്ടാൻ തുടങ്ങി. എന്നിട്ട് വലിച്ചെറിഞ്ഞു.
ഒന്നും കൂടെ എറിയടാ അപ്പുറത്തോട്ട്. എന്നിട്ട് കരയാൻ തുടങ്ങി. അയ്യോ പോയേ കോടാലി പോയേ, അയ്യോ പോയേ കോടാലി പോയേ. ഇത് കേട്ട് സഹിക്കാൻ വയ്യാതെ ജലദേവത വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എന്ത് പറ്റി? എന്തിനാ നീ വിഷമിക്കുന്നത്? എന്റെ സ്വർണ്ണ കോടാലി പുഴയിൽ പോയി, അതെൻ പോവാണോ?